സദസ്സിന് നമസ്കാരം. മാധ്യമ കണ്ണുകളാൽ ചുറ്റപ്പെട്ട ഒരു ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും മാധ്യമങ്ങളിലൂടെ നമ്മുടെ കാതുകളിൽ എത്തുന്നു. ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന ഏതൊരു വിഷയത്തെക്കുറിച്ചും വിശദമായ വിവരങ്ങളാണ് മാധ്യമങ്ങൾ നമുക്ക് പകർന്നു തരുന്നത്. പത്രമാധ്യമങ്ങൾ, ന്യൂസ് ചാനലുകൾ, നവമാധ്യമങ്ങൾ എന്നിങ്ങനെ പോകുന്നു മാധ്യമങ്ങളുടെ നിര. എന്നാൽ ഓരോ മാധ്യമങ്ങളും നമുക്ക് എപ്പോഴും കൃത്യമായ വിവരങ്ങളാണോ നൽകുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പത്രമാധ്യമങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓരോ പത്രങ്ങളും അവരവരുടേതായ താല്പര്യങ്ങൾക്കനുസരിച്ച് ഓരോ വിഷയത്തെയും സമീപിക്കുന്നു. ഇതിൽ ഓരോ മനുഷ്യനും ഓരോ തരത്തിൽ സ്വാധീനമുണ്ടാക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വിഷയത്തെയും നാം എത്രത്തോളം കാര്യമായി മനസ്സിലാക്കുന്നുവെന്ന് എന്നത് ഓരോ പത്രത്തെയും അപേക്ഷിച്ചിരിക്കുന്നു. നവമാധ്യമങ്ങളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് തുടങ്ങിയവയിലൂടെ ഇന്നത്തെ കുട്ടികൾ തുടങ്ങി മുതിർന്നവർ വരെ പല കാര്യങ്ങളും വളരെ വേഗത്തിൽ കൃത്യതയോടെ മനസ്സിലാക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ അടിമപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന കുട്ടികൾ ഇതേ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ തന്നെ ലോകത്ത് നടക്കുന്ന പല വിവരങ്ങളെക്കുറിച്ചും വളരെയധികം ജാഗ്രതയുള്ളവരാണ്. എന്നാൽ ഈ നവമാധ്യമങ്ങൾ തന്നെ വലിയ കെണികളിലേക്ക് അവരെ കൊണ്ടുചെന്ന് ചാടിക്കാറുണ്ട്. പലതരത്തിലുള്ള തൊഴിലവസരങ്ങൾ, കോഴ്സ് ഓഫറുകൾ എന്നിങ്ങനെ നിരവധി കാര്യങ്ങളിൽ കുട്ടികൾ അറിയാതെ പെട്ടുപോകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നവമാധ്യമങ്ങളുടെ പിന്നിലിരിക്കുന്ന ചതിക്കുഴികൾ പലപ്പോഴും തിരിച്ചറിയാതെ അതിന്റെ പിന്നാലെ പോകുന്ന തലമുറയെ നമുക്ക് കാണുവാൻ സാധിക്കും. കുട്ടികൾ മാത്രമല്ല, മുതിർന്നവരും പലതരത്തിലുള്ള ലോൺ സാധ്യതകൾ എന്നിങ്ങനെ നവമാധ്യമങ്ങളിൽ വരുന്ന പണമിടപാടുകളിൽ ബന്ധപ്പെട്ട് പല കെണിയിൽ പെടുന്നതായി നമുക്ക് ദിവസവും പത്രങ്ങളിൽ കാണുവാൻ സാധിക്കും. മുൻകിട മാധ്യമങ്ങളല്ലാതെ പല പ്രാദേശിക മാധ്യമങ്ങളും വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പ്രാദേശിക മാധ്യമങ്ങളുടെ വളരെയധികമുള്ള പ്രാധാന്യം നമ്മളെ വ്യക്തമാക്കിയ വലിയൊരു സംഭവം ഈ കഴിഞ്ഞ ദിവസം നടക്കുകയുണ്ടായി. ജന്തർ മന്ദിറിൽ നീറ്റ് ചോദ്യപേപ്പർ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നടന്ന വലിയ പ്രക്ഷോഭമായിരുന്നു CJP-യുടേത്. പല മുൻകിട മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാതിരുന്ന പല കാര്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും നമ്മുടെ കൺമുമ്പിൽ എത്തിക്കുകയാണ് ചെയ്തത്. ഇതോടുകൂടി അവിടുത്തെ കുട്ടികൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണുവാൻ സാധിച്ചു. ഇത്തരത്തിൽ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. എന്നാൽ അവയിലെ ശരിയും തെറ്റും തിരിച്ചറിയേണ്ടത് നാം ഓരോരുത്തരുടെയും മനസ്സിന്റെ ആവശ്യമാണ്. പല തെറ്റായ പ്രചരണങ്ങളും വ്യാജ വാർത്തകളും ഈ മാധ്യമങ്ങളിലൂടെ തന്നെയാണ് പ്രചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളെ ഒരിക്കലും കണ്ണടച്ച് വിശ്വസിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. മാധ്യമങ്ങൾക്ക് മുകളിൽ ഒരു ക്യാമറ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവ നമുക്ക് മുന്നിലേക്ക് എത്തിച്ചേരുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് വ്യക്തമായി തിരിച്ചറിയുവാൻ ഒരിക്കലും സാധിക്കില്ല. മാധ്യമങ്ങളുടെ നല്ല വശം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് മുൻപിൽ ഒരുപാട് സാധ്യതകളാണ് തുറന്നു നിൽക്കുന്നത്. ലോകത്ത് നടക്കുന്ന ഏതൊരു കാര്യവും വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുന്നു. അത് എവിടുത്തെ പ്രശ്നങ്ങളാണെങ്കിലും ഏത് മോളിൽ നിന്നുകൊണ്ടും നാം അവയുടെയൊക്കെ ഭാഗമായി തീരുകയാണ്. എന്നാൽ അതിന്റെ ദൂഷ്യവശം മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരുന്നു. പല കെണികളിൽ ചെന്നപ്പെടുന്ന ഇന്നത്തെ തലമുറ അതിന്റെ വിഷമങ്ങൾ മനസ്സിലാക്കാതെ വീണ്ടും നവമാധ്യമങ്ങളുടെ പിന്നാലെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ നല്ല വശവും ചീത്ത വശവും ഏതൊരു കാര്യത്തിന്റെയും പോലെ ഒരു നാണയത്തിന്റെ രണ്ട് തുട്ടുകളാണ്. അതുകൊണ്ട് ആ രണ്ട് വശങ്ങളുടെയും മഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അവയിൽ ഏത് തിരഞ്ഞെടുക്കണമെന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതിനാൽ വളരെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട്